നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPM കൂടുതൽ പ്രതിരോധത്തിലേക്ക്. സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നാലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിലും മുഖം നഷ്ടപ്പെട്ടതോടെ എങ്ങനെ പ്രതിരോധിക്കണം എന്നറിയാത്ത ആശങ്കയിലാണ് CPMന്റെ നേതൃത്വം. വിവരങ്ങൾ വീണ തിരുവനന്തപുരത്ത് നിന്ന് നൽകും. രാഖി, ഇത് വല്ലാത്തൊരു വിഷയമാണ്. കാരണം ഈ CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം തന്നെ രക്തസാക്ഷികൾ സിന്ദാബാദ് എന്നാണ്. രക്തസാക്ഷികൾ അപരന്മാർ, രക്തസാക്ഷികൾ സിന്ദാബാദ്. അതിൻ്റെ അവിടുന്നാണ് ഈ കൈയിട്ട് വരുന്നത്. അപ്പോൾ ഈ പാർട്ടിയുടെ ബോധം എന്താണ്? ഇതിൻ്റെ അണികളെ എത്രത്തോളം വിഡ്ഢികളാക്കുന്നതാണ് ഇതിൻ്റെ നേതാക്കന്മാർ? ഇതിൻ്റെ ആശയ പാപ്പരത്വം എന്താണ്? അപ്പോൾ ഇതൊക്കെ വ്യക്തമാകുന്നതാണ്. കാരണം ധനരാജ് എന്ന് പറഞ്ഞാൽ ശരിക്കും CPMന്റെ ഒരു ക്രിമിനലാണ്. ഇത് ധനരാജ് അയാളെ വെട്ടിക്കൊന്നു 2017. എങ്കിൽ പോലും പോട്ടെ, പാർട്ടി അണികളെ സംബന്ധിച്ചിടത്തോളം ധനരാജ് അവർക്കൊരു രക്തസാക്ഷിയാണ്. ആ രക്തസാക്ഷിയുടെ മണ്ഡപവും മറ്റും ഉണ്ടാക്കാനുള്ള പൈസയിൽ നിന്ന് കൈയിട്ട് വാരിയേക്കാണ് MLA ഉൾപ്പെടെ. അപ്പോൾ അത്രത്തോളം ദയനീയ അവസ്ഥയിലേക്ക് ഇവർ അവരുടെ മാതൃകാ ജില്ലയെന്ന് ചൂണ്ടിക്കാണിക്കുന്ന കണ്ണൂരിൽ അങ്ങനെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ബാക്കി സ്ഥലത്തെ അവസ്ഥ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എന്തായാലും ഇത് ആര് പറഞ്ഞുണ്ടാക്കിയതാണെന്നോ BJP കോൺഗ്രസ് കൂട്ടുകെട്ടിന്റെ ഫലമാണെന്നോ ഒന്നും അവർക്ക് പറയാൻ സാധിക്കില്ല. കാരണം അവർ തന്നെ പറയാം. അതെ, അവിടുത്തെ ആളുകൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വീണയിലേക്ക് എത്താം. വീണ, വളരെ ഗുരുതരമായ പ്രശ്നമാണ്. കാരണം ഒന്ന്, ഈ ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ആകെ നാണം കെട്ടിരിക്കുകയായിരുന്നു CPM. അവരുടെ നേതാക്കളൊക്കെ ഇങ്ങനെ ജയിലിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അതിനിടയ്ക്കാണ് രക്തസാക്ഷിയുടെ ഫണ്ടിൽ നിന്ന് വരെ കൈയിട്ട് വാരിയിരിക്കുന്നു CPM നേതാക്കളെന്ന് CPMന്റെ തന്നെ മുതിർന്ന ആളുകൾ കണ്ണൂരിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എങ്ങനെ ഈ വിഷയത്തെ പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ സ്വന്തം അണികൾക്കിടയിലെങ്കിലും എന്ത് ക്യാപ്സൂൾ ഇനിയും ഇറക്കാനുള്ള നീക്കത്തിലാണ് AKG സെന്റർ? പറയൂ വീണ. ഗൗതം, വലിയ തരത്തിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണ് CPM ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ച അത് വലിയ തരത്തിൽ CPMനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അതിന്റെ തിരിച്ചടി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. ആ ഒരു തിരിച്ചടി തന്നെയാണ് പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ചതും. ഇപ്പോഴിത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും കരകയറുവാനും അല്ലെങ്കിൽ അധികാരത്തിൽ കടിച്ചു തൂങ്ങുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടയിൽ തന്നെയാണ് സ്വന്തം സഖാവ് തന്നെ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന തിരിമറികളെക്കുറിച്ച്, അതായത് ഫണ്ട് തട്ടിപ്പിനെ കുറിച്ച്, രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിനെ കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തി. ഇത് വലിയ തരത്തിൽ പാർട്ടിയെ ഇരുട്ടടിയിലാക്കുന്നതാണ്, പ്രതിരോധത്തിലാക്കുന്നതാണ്. നമുക്കറിയാം, കണ്ണൂർ എന്ന് പറയുന്നത് CPMന്റെ കോട്ടയാണ്. അവിടെ നിന്നുള്ളൊരു സഖാവ് തന്നെയാണ് പാർട്ടിക്കെതിരെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അതായത് ഫണ്ട് തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്നുള്ളത്. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ രക്തസാക്ഷികളെ കുറിച്ച് വാതോരാതെ പ്രസംഗിക്കുന്നവരാണ്. തങ്ങൾക്ക് പാർട്ടിയിൽ രക്തസാക്ഷികൾ ഉണ്ടെന്ന് അവരെ കുറിച്ച് കൂടുതൽ വാഴ്ത്തിപ്പാടുന്ന സഖാക്കൾക്കാണ് ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിയ കുഞ്ഞികൃഷ്ണനെ എതിരെ നടപടിയെടുക്കുവാനുള്ള നീക്കത്തിലാണ് കണ്ണൂർ ജില്ലാ നേതൃത്വം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുറന്നു പറയുന്നവരെ ഒതുക്കുക, അല്ലെങ്കിൽ അവരെ മിണ്ടാതിരുത്തുക എന്നുള്ളത് ഒരു CPMന്റെ നയം തന്നെയാണ്. ആ നയം തന്നെയാണ് ഇവിടെയും നടപ്പാക്കാൻ പോകുന്നത്. എന്നാൽ പൊതുജനങ്ങൾക്ക് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ഇപ്പോൾ ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ട്. അതായത് ശബരിമല സ്വർണ്ണക്കവർച്ച വിഷയത്തിലടക്കം അറസ്റ്റിലായ സഖാക്കളെ അടക്കം സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്ന സഖാവിനെതിരെ നടപടിയെടുക്കുവാൻ തയ്യാറെടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പയ്യന്നൂരിലെ MLA സ്തുതി പാടുകയും അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നതിന് ഒരു ഭാഗത്ത് ചെയ്യുമ്പോൾ തന്നെ മറുഭാഗത്ത് സത്യം പറയുന്നവരെ ഒതുക്കുവാനുള്ള നീക്കവും നടത്തുന്നത്. ഇത് നമുക്കറിയാം, പൊതുവെ ഈ CPMന്റെ ഒക്കെ ഒരു രാഷ്ട്രീയം എന്നുള്ളത് അത് എപ്പോഴും ആയുധം എടുത്തുകൊണ്ടുള്ള ശബ്ദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന ഒരു നിലപാടാണ് എപ്പോഴും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ അത് എത്രത്തോളം വില പോകും എന്ന് കൂടി നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. കാരണം ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്ന കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചുകൊണ്ട് നിരവധി അണികൾ, പ്രാദേശിക നേതാക്കളും ഒപ്പമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് യോഗമൊക്കെ കണ്ണൂരിൽ നടക്കുന്നുമുണ്ട്. അപ്പോൾ വിഭിന്ന അഭിപ്രായങ്ങൾ ഉയരുവാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, പ്രാദേശിക നേതാക്കളിലടക്കം ഇപ്പോൾ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായ ദയനീയ പരാജയത്തിൽ നിന്ന് കരകയറുവാനുള്ള ശ്രമങ്ങൾ വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട്. ഭവന സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഒരു വീട് പോലും വിട്ടുപോകാതെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങണമെന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആ നിർദ്ദേശം സാധൂകരിക്കുന്നതിനായിട്ടുള്ള ലഘുലേഖകളൊക്കെ ഇറക്കിക്കൊണ്ട് പ്രാദേശിക നേതാക്കൾ വീടുകളിൽ ചെന്ന് ആ വീടിന്റെ അകത്തേക്ക് കയറി ഇരുന്നു കൊണ്ടുള്ള സംസാരമൊക്കെ നടക്കുന്നുമുണ്ട്. ഇപ്പൊ കഴക്കൂട്ടം മേഖലകളിലൊക്കെ അതൊക്കെ ഇപ്പോൾ ആരംഭിച്ചിട്ടുമുണ്ട്. കഴക്കൂട്ടം MLAയുടെ നേതൃത്വത്തിൽ തന്നെയാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്ത് ആരംഭിച്ചിരിക്കുന്നത്. കണ്ണൂരിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്നാൽ ഈ ഇത്തരത്തിൽ ഭവനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ, വീടുകളിലേക്ക് ചെല്ലുമ്പോൾ ആളുകളെ അഭിമുഖീകരിക്കുവാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ സഖാക്കൾ. കാര്യം ഈ ഒരു ഫണ്ട് തട്ടിപ്പോടുകൂടി വന്നതിന് പിന്നാലെ നിങ്ങൾക്ക് എന്തിനു വേണ്ടി ഞങ്ങൾ വോട്ട് ചെയ്യണം എന്നുള്ള ചോദ്യങ്ങൾ
കൂടി ഉയരുകയാണ്. എന്തർത്ഥത്തിലാണ്? പാർട്ടിക്ക് കൃത്യമായിട്ടുള്ള ഒരു നിലപാടില്ല, കുറ്റക്കാരെ സംരക്ഷിക്കുന്നു, സത്യം പറയുന്നവരെ മൗനത്തിലാക്കുന്ന അല്ലെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുന്ന നിലപാട് നിങ്ങൾ സ്വീകരിക്കുമ്പോൾ സമൂഹത്തിൽ എന്ത് വികസനമാണ് നിങ്ങൾ നടപ്പാക്കുന്നത്, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യങ്ങൾ കൂടി ഉയരുന്നുണ്ട്. കൂടാതെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് സംസ്ഥാനത്ത് വികസന പദ്ധതികൾ നടപ്പാക്കുന്നതെന്ന് ഏറെക്കുറെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു ഫണ്ട് തട്ടിപ്പ് വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. എന്തായാലും ഇത് പ്രതിപക്ഷമടക്കം നിയമസഭയിൽ പ്രചാരണം ഉപാധിയാക്കുമെന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് കൂടുതൽ സഹാക്കളെ പ്രതിരോധത്തിലാക്കും. ഒപ്പം തന്നെ അണികൾക്കിടയിൽ നിന്നുള്ള ഉയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ സംസ്ഥാന നേതൃത്വത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ന്യായീകരണങ്ങൾ എപ്പോഴും നിലനിർത്താറുണ്ട്. അതായത് ഇത്തരത്തിൽ ഇത് ഞങ്ങൾ പാർട്ടിയിൽ തന്നെ ഇത് അന്വേഷിച്ചു, പാർട്ടി ഘടകം തന്നെ ഇത് അന്വേഷിച്ചു, അത്തരത്തിലുള്ള കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചു, നിലവിൽ അത്തരത്തിൽ പ്രശ്നങ്ങളില്ല, അന്നുണ്ടായിരുന്നു, എന്നാൽ നിലവിൽ ഇത് വലിയ തരത്തിൽ ചർച്ചയാക്കേണ്ട കാര്യങ്ങളില്ല എന്നുള്ള സന്ദേശങ്ങളൊക്കെയാണ് അണികൾക്കിടയിൽ നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ന്യായീകരണ വാദങ്ങൾ നിരത്തുന്നുണ്ട്. പക്ഷേ അത് പൊതുജനങ്ങൾക്കിടയിൽ വില പോകില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് കൂടുതൽ CPM-നെ പ്രതിരോധത്തിലാക്കുമെന്ന് നേതാക്കൾക്കും ഉറപ്പായി കഴിഞ്ഞു. ഗൗതം.